എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും മനസ്സിൽ തട്ടുന്നതുമായ ഒരു വിഷയമാണ് കേട്ടോ ചർച്ചയ്ക്കെടുക്കുന്നത്. അതെ. ഒരു കുഞ്ഞിന്റെ ജീവിതം ഒരു ശില്പം പോലെ ഭംഗിയായി ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് എത്രത്തോളം പങ്കുണ്ട്. പലം പൂജ്യ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ശിശു നിർമ്മാണത്തിൽ രക്ഷിതാക്കളുടെ മഹത്തായ പങ്ക് എന്ന പുസ്തകമുണ്ടല്ലോ. ആ പുസ്തകം. അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശകലനം. ശരി, ഈ പുസ്തകത്തിലെ ആ വെളിച്ചം തരുന്ന ചിന്തകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. തീർച്ചയായും. നമ്മുടെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ, നല്ല മൂല്യങ്ങളൊക്കെ എങ്ങനെ വളർത്താം, അവരുടെ ഭാവി അത് ശോഭനമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനൊരു ശ്രമം. അത് നല്ലതാണ്. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടാവാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ ചർച്ച ഒരു പുതിയ കാഴ്ചപ്പാട് തന്നേക്കും. തീർച്ചയായും. ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ കുട്ടിയും ശരിക്കും പറഞ്ഞാൽ അനന്തമായ സാധ്യതകളുള്ളൊരു അത്ഭുതം തന്നെയാണ്. ശരിയാണ്. ഒരു വിത്ത് നമ്മൾ മണ്ണിലിട്ട് അത് മുളച്ച് വലിയ മരമാവുന്ന പോലെ കുട്ടികളുടെ ഉള്ളിലുള്ള ആ കഴിവും നന്മയും ഒക്കെ വളർത്തിയെടുക്കണ്ടേ? വേണം. അതിന് സ്നേഹവും ശ്രദ്ധയും നൽകുന്നൊരു പരിചരണം വേണം. ആ പരിചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് മാതാപിതാക്കൾ. അതെ അതെ. അപ്പോ ശ്രീറാം ശർമ്മ ആചാര്യയുടെ ഈ പുസ്തകം ആ വലിയ ഉത്തരവാദിത്തം എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം എന്നതിലേക്കുള്ളൊരു വഴികാട്ടി തന്നെയാണ്. കുട്ടികളുടെ ആ ശരിയായ ഒരു വ്യക്തിത്വ വികാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അതെ, പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു അടിസ്ഥാന കാര്യമുണ്ടല്ലോ, സ്നേഹവും ബഹുമാനവും. ഇത് കുട്ടികൾക്ക് എത്രത്തോളം വേണം, അവര് സ്വാഭാവികമായും സ്നേഹിക്കപ്പെടാനും നമ്മൾ അവരെ അംഗീകരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പുസ്തകം പറയുന്നുണ്ട്. ഈ ഒരു ബേസിക് ആവശ്യം നിറവേറ്റുമ്പോൾ കുട്ടികളിൽ എന്ത് മാറ്റാ കാണാം? അത് വളരെ ശരിയാണ്. സ്നേഹവും അംഗീകാരവും എന്ന് പറയുന്നത് ഒരു ചെടിക്ക് വെളിച്ചവും വെള്ളവും കിട്ടുന്ന പോലെയാണ്. അത് കുട്ടിയുടെ ആ ഒരു വൈകാരികവും മാനസികവുമായ വളർച്ചയ്ക്ക് എന്തായാലും വേണം. അവർക്ക് ആ സ്നേഹം കിട്ടുന്നുണ്ട്, തങ്ങൾ പ്രധാനപ്പെട്ടവരാണ് എന്നൊക്കെ തോന്നുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സേഫ്റ്റി ഫീലിംഗ് വരും. ഒരു സുരക്ഷിതത്വം. അതെ, ഒരു സുരക്ഷിതത്വ ബോധം. ഇതവരെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ പ്രോത്സാഹിപ്പിക്കും. ശരി. താൻ അംഗീകരിക്കപ്പെടുന്നു എന്ന തോന്നൽ കുട്ടികളിൽ ഒരു പോസിറ്റീവ് മനോഭാവമുണ്ടാക്കും. പക്ഷേ ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും ഒരു ശ്രദ്ധ വേണ്ടതുണ്ട്. അതെ, പുസ്തകത്തിൽ അതും പറയുന്നുണ്ടല്ലോ, സ്നേഹം ഒരുപാട് കൂടി ഒരു ലാളനയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. അതെ. അമിതമായ ലാളന കുട്ടികളിൽ എങ്ങനെയുള്ള സ്വഭാവമാറ്റങ്ങളാ ഉണ്ടാക്കാൻ സാധ്യത? ആ സ്നേഹത്തോടൊപ്പം വേറെ എന്തുകൂടി ചേരുമ്പോഴാ അത് ശരിയായ വളർച്ചയ്ക്ക് നല്ലതാവുന്നത്? നല്ല ചോദ്യമാണ്. ഈ അമിതമായ ലാളന, അതായത് കുട്ടിയുടെ എല്ലാ വാശികളും ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ സാധിച്ചു കൊടുക്കുന്നത്, അത് അവരിലൊരു അച്ചടക്കമില്ലായ്മ ഉണ്ടാക്കും. സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്ന ഒരു സ്വഭാവം വളർത്താൻ സാധ്യതയുണ്ട്. എനിക്കെന്തും നേടാമെന്നൊരു ചിന്ത വരാം. അവിടെയാണ് പുസ്തകം പറയുന്ന ആ ഒരു ബാലൻസ്, ആ സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം വരുന്നത്. സ്നേഹം വേണം, പക്ഷേ കൂടെ കൃത്യമായ മാർഗനിർദ്ദേശവും പിന്നെ അച്ചടക്കവും കൂടി കൊടുക്കണം. അച്ചടക്കം. ശിക്ഷണമെന്ന് പറയുമ്പോൾ നമ്മൾ പേടിപ്പിക്കുന്ന ശിക്ഷയല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ശരിയായ വഴി കാണിച്ചു കൊടുക്കലാണ്. സ്നേഹത്തോടെയുള്ള എന്നാൽ ഒരു ഉറച്ച സമീപനവും. ഈ സ്നേഹത്തോടെയുള്ള അച്ചടക്കം എന്ന് പറയുന്നത് ചിലപ്പോ പ്രയോഗത്തിൽ വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നാം. ശരിയാണ്. കുട്ടികളെ വാശി പിടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോ എങ്ങനെ അവരെ വേദനിപ്പിക്കാതെ എന്നാൽ കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ ഇടപെടേണ്ടത്, മാതാപിതാക്കൾക്ക് എങ്ങനെ ആ ബാലൻസ് കണ്ടെത്താൻ പറ്റുക? പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? തീർച്ചയായും അതൊരു വെല്ലുവിളി തന്നെയാണ്. പുസ്തകം തരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ കുട്ടികളുടെ റോൾ മോഡൽസ് ആണ് എന്നുള്ളതാണ്. ശരി. നമ്മുടെ വാക്കുകളെക്കാളും കൂടുതൽ നമ്മുടെ പ്രവൃത്തികളെയാണ് കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ ശാന്തമായിട്ട് സ്നേഹത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ കുട്ടികളും ആ രീതി പഠിക്കും. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചെയ്ത കുട്ടിയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ ചെയ്ത കാര്യം, ആ പ്രവൃത്തി എന്തുകൊണ്ട് ശരിയല്ല എന്ന് ക്ഷമയോടെ പറയുക. അത് മോൻ അല്ലെങ്കിൽ മോൾ ഇങ്ങനെ ചെയ്തത് അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമായില്ല, അതിന്റെ കാരണം എന്ന് പറഞ്ഞു തുടങ്ങാം. അതോടൊപ്പം ശരിയായ രീതി എന്താണെന്നും പറഞ്ഞു കൊടുക്കണം. ന്യായമായ ആവശ്യങ്ങൾ അത് അംഗീകരിക്കാം, പക്ഷെ അനാവശ്യമായ വാശികൾക്ക് സ്നേഹത്തോടെ ഇല്ല എന്ന് പറയാൻ പഠിപ്പിക്കണം. ഈ ഒരു സ്ഥിരതയും വ്യക്തതയുമാണ് പ്രധാനം.
അപ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിൽ ഒരു വിവേകം വേണം. എന്തു കൊടുക്കാം, എന്തു പാടില്ല എന്നതിലൊരു വ്യക്തത മാതാപിതാക്കൾക്കുണ്ടാവണം. തീർച്ചയായും. ഈ ഒരു രീതി കുട്ടികളുടെ സ്വഭാവത്തെ നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ എങ്ങനെ സഹായിക്കും? ഉറപ്പായും സഹായിക്കും. ന്യായമായ ആവശ്യങ്ങൾ കിട്ടുമ്പോൾ കുട്ടിക്ക് എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരും. ശരി. എന്നാൽ അനാവശ്യമായ വാശികൾക്ക് വഴങ്ങാതിരിക്കുന്നത് ലോകത്തെല്ലാം എപ്പോഴും തനിക്കിഷ്ടമുള്ള പോലെ നടക്കില്ല എന്നൊരു റിയാലിറ്റി ഉണ്ടല്ലോ. യാഥാർത്ഥ്യം. അതെ, അത് മനസ്സിലാക്കാൻ അവരെ സഹായിക്കും. ഇതവരിലൊരു ക്ഷമ, സഹിഷ്ണുത, മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് ഇതൊക്കെ വളർത്തും. ചെറുപ്പത്തിൽ കിട്ടുന്ന ഈയൊരു ട്രെയിനിങ് വലുതാകുമ്പോൾ വളരെ ഉപകാരപ്പെടും. ഇത് അച്ചടക്കത്തിന്റെ ഭാഗം തന്നെയാണ്. പുസ്തകത്തിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ മാതാപിതാക്കളെയും ചുറ്റുമുള്ളവരെയും നോക്കി പഠിച്ചാണ് വളരുന്നത് എന്നതാണല്ലോ. അതെ. കുട്ടികൾ കണ്ണാടികൾ പോലെയാണ് എന്നൊരു വാചകം തന്നെയുണ്ട്. വീട്ടിലെ സംസാരരീതി, പെരുമാറ്റം, എന്തിനേറെ മാതാപിതാക്കൾ തമ്മിലുള്ള ആ ഒരു ബന്ധം പോലും കുട്ടികളെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ? അതെ, വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വീടാണല്ലോ കുട്ടിയുടെ ആദ്യത്തെ ലോകം. മാതാപിതാക്കളാണ് ആദ്യത്തെ ടീച്ചർമാർ. ശരിയാണ്. അവർ കാണുന്നതും കേൾക്കുന്നതുമാണ് അവരുടെ ശരികൾ. മാതാപിതാക്കൾ പരസ്പരം ബഹുമാനത്തോടെ, സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ കുട്ടികളും ആ ഒരു രീതി പഠിക്കും. സത്യസന്ധത, കൃത്യനിഷ്ഠ, കാര്യങ്ങളൊരു ചിട്ടയോട് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ കുട്ടികളെ ചുമ്മാ നോക്കി പഠിക്കുകയാണ്. അതെ. വീട്ടിലെ ആ ഒരു പൊതുവായ അന്തരീക്ഷം അത് സന്തോഷമുള്ളതും സമാധാനമുള്ളതുമാണെങ്കിൽ അത് കുട്ടിയുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നല്ല കൂട്ടുകെട്ടുകൾക്ക്, അതായത് സത്സംഗം എന്ന് പറയില്ലേ, നല്ല ചിന്തകളും ശീലങ്ങളുമുള്ളവരുമായി ഇടപഴകാൻ അവസരം കൊടുക്കുന്നത് പ്രധാനമാണെന്ന് പുസ്തകം പറയുന്നത്. ഈ അനുകരണം എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളിൽ മാത്രമാവില്ലല്ലോ. ഇല്ല. ചിലപ്പോ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെയോ അത്ര നല്ലതല്ലാത്ത ശീലങ്ങളും കുട്ടികൾ അറിയാതെ കോപ്പിയടിക്കാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില കുട്ടികളിൽ കാണില്ലേ ചെറിയ കള്ളം പറയുന്ന സ്വഭാവം, അല്ലെങ്കിൽ സമ്മതം ചോദിക്കാതെ മറ്റുള്ളവരുടെ സാധനം എടുക്കുന്ന ശീലം. ഇതിന്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പുസ്തകം എന്താ പറയുന്നത്? ശരിയാണ്. അനുകരണം രണ്ട് രീതിയിലും വരാം. പുസ്തകം സൂചിപ്പിക്കുന്നത് പോലെ ചിലപ്പോ കുട്ടികളുടെ ആ ബേസിക് ആവശ്യങ്ങൾ, അത് ചിലപ്പോ സ്നേഹമാവാം, അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാത്തതാവാം, അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ആവാം. അതൊക്കെ കിട്ടാതെ വരുമ്പോ അവർ ചിലപ്പോ തെറ്റായ വഴികളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ശ്രദ്ധ കിട്ടാൻ വേണ്ടി കള്ളം പറയുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കളിപ്പാട്ടം കിട്ടിയില്ല, അപ്പോൾ കൂട്ടുകാരന്റെ കയ്യിലുള്ളത് അനുവാദം ചോദിക്കാതെ എടുക്കുക. ചിലപ്പോൾ മുതിർന്നവർ നിസ്സാരമായിട്ട് കള്ളം പറയുന്നത് കേട്ടിട്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഒരു ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടാവാം അവർ അത് പഠിക്കുന്നത്. ശരി. കാരണം എന്തായാലും അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അവരെ ഒരു കുറ്റവാളിയെ പോലെ കാണുന്നതിന് പകരം അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ഇടപെടേണ്ടത്? പുസ്തകം ഭയങ്കര കടുത്ത ശിക്ഷകൾക്ക് പകരം സ്നേഹത്തോടെ തിരുത്തുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ. അതെങ്ങനെ പ്രാവർത്തികമാക്കാം? ഒരു കുട്ടി കൂട്ടുകാരന്റെ പെൻസിൽ അനുവാദമില്ലാതെ എടുത്തുവെന്ന് വെക്കുക. അവിടെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഇടപെടാം? വളരെ നല്ലൊരു ഉദാഹരണമാണ്. ആ സാഹചര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയെ ഒന്ന് ശാന്തമായിട്ട് അടുത്ത് വിളിച്ചിരുത്തുക എന്നതാണ്. ദേഷ്യപ്പെടുന്നതിന് പകരം, മോൻ എന്തിനാ ഈ പെൻസിൽ എടുത്തത്? ഇത് മോൻ ഇഷ്ടപ്പെട്ടോ? ഒരുപക്ഷെ ആ പെൻസിൽ തനിക്കും വേണമെന്ന ആഗ്രഹം കൊണ്ടാവാം. അപ്പം നമുക്ക് പറയാം, പക്ഷേ മറ്റൊരാളുടെ സാധനം നമ്മളെ സമ്മതം ചോദിക്കാതെ എടുക്കുന്നത് ശരിയല്ല കേട്ടോ. മോന് പെൻസിൽ വേണമെങ്കിൽ അമ്മയോടോ അച്ഛനോടോ പറയാമായിരുന്നല്ലോ. നമുക്ക് കടയിൽ പോയി വാങ്ങാലോ. ഇപ്പോൾ ഈ പെൻസിൽ നമുക്ക് ആ കൂട്ടുകാരന് തിരിച്ചു കൊടുക്കാം, എന്നിട്ടൊരു സോറി പറയാം. ഇങ്ങനെ പറയുമ്പോൾ ആ ചെയ്തത് തെറ്റാണെന്നും ആഗ്രഹം അറിയിക്കേണ്ട ശരിയായ രീതി എന്താണെന്നും ഇനി തെറ്റുപറ്റിയാൽ അത് തിരുത്തണമെന്നും കുട്ടിക്ക് മനസ്സിലാവും. ശരിയാണ്. സ്നേഹത്തോടെയുള്ള ഈ ഒരു സമീപനം കുട്ടിയുടെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കും. അവർക്കൊരു സുരക്ഷിതത്വം തോന്നുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി കുട്ടികളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിനെക്കുറിച്ച് പുസ്തകം പറയുന്നത് നോക്കാം. പലപ്പോഴും മാതാപിതാക്കളുടെ പേടിയും ടെൻഷനുമൊക്കെ അറിയാതെ കുട്ടികളിലേക്ക് പകരുമെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? എങ്ങനെ അത് ഒഴിവാക്കാം? മാതാപിതാക്കൾ എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും പേടിയോടെയോ അല്ലെങ്കിൽ ഒരുപാട് ആശങ്കപ്പെട്ടോ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു മൂഡ് കുട്ടികൾ അറിയാതെ പിടിച്ചെടുക്കും. ഉദാഹരണത്തിന്, ചെറിയ കാര്യത്തിന് പോലും അയ്യോ അത് ചെയ്യല്ലേ, വീഴും, അങ്ങോട്ട് പോകല്ലേ, പേടിയാവും എന്നൊക്കെ എപ്പോഴും പറയുന്നൊരു രക്ഷകർത്താവിന്റെ കുട്ടി പൊതുവെ എല്ലാത്തിനെയും ഒരു പേടിയോടെ കാണാൻ സാധ്യതയുണ്ട്. ശരിയാണ്. ഇതിനു പകരം കുട്ടികളിൽ ധൈര്യവും ആത്മവിശ്വാസവും വളർത്തുന്ന ഒരു സമീപനമാണ് വേണ്ടത്.
നല്ല ധീരന്മാരുടെ കഥകൾ, വെല്ലുവിളികളെയൊക്കെ ഫേസ് ചെയ്ത് ജയിച്ചവരുടെ കഥകളൊക്കെ പറയുന്നത് നല്ലതാണ്. അപ്പോ പ്രായോഗികമായിട്ട് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പുസ്തകം ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കുട്ടികളെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. അവരുടെ പ്രായത്തിന് പറ്റുന്ന സ്വന്തം കളിപ്പാട്ടം പെറുക്കിവെക്കുക, ചെടിക്ക് വെള്ളമൊഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ചെയ്യുമ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അതൊന്ന് അംഗീകരിക്കുക. മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന് പറഞ്ഞ് ഒന്ന് അഭിനന്ദിക്കുന്നത് അവരിൽ എന്നെക്കൊണ്ടും പറ്റും എന്നൊരു തോന്നലുണ്ടാക്കും. ശരി. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ചെറിയൊരു പാട്ടുപാടാൻ അല്ലെങ്കിൽ ഒരു കഥ പറയാൻ, സ്വന്തമായി കടയിൽ പോയി ചെറിയ സാധനം വാങ്ങാനൊക്കെ അവസരം കൊടുക്കുന്നത് അവരുടെ ആ ഒരു നാണവും സഭാകമ്പവുമൊക്കെ മാറാൻ സഹായിക്കും. അതെ. തെറ്റുകൾ പറ്റിയാലും കുഴപ്പമില്ല, ശ്രമിക്കുന്നതിലാണ് കാര്യം എന്നവരെ ബോധ്യപ്പെടുത്തണം. ആത്മവിശ്വാസം പോലെ തന്നെ പ്രധാനമാണല്ലോ ചിട്ടയായ ജീവിതശൈലിയും ശുചിത്വബോധവും. അതെ. ഇതും കുട്ടിക്കാലത്തെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ഇതിലും മാതാപിതാക്കളുടെ പങ്ക് വലുതാണ്, അല്ലേ? തീർച്ചയായും. ഇതിലും ഏറ്റവും പ്രധാനം മാതാപിതാക്കളുടെ മാതൃക തന്നെയാണ്. കൃത്യസമയത്ത് എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ആഹാരം കഴിക്കുക, പഠിക്കാൻ സമയം കാണുക, കളിക്കാൻ സമയം കാണുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഇങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുന്നത് കുട്ടികളിൽ ഒരു ഓർഗനൈസേഷൻ സ്കിൽ വളർത്തും. അതുപോലെ പേഴ്സണൽ ഹൈജീൻ, നഖം വെട്ടുക, മുടി ചീകുക, വൃത്തിയുള്ള ഡ്രസ്സിടുക, ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈ കഴുകുക, ഈ കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കണം. ശരിയാണ്. ഇത് വെറുതെ പറയുന്നതിനോടൊപ്പം മാതാപിതാക്കൾ സ്വയം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതൊരു ശീലമായിട്ട് മാറും. വ്യക്തിശുചിത്വം പോലെ തന്നെ പ്രധാനമല്ലേ അവരുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നത്? അതെ. ഒരു സാമൂഹികമായ ചിട്ടയും ഇതിലൂടെ പഠിക്കുകയല്ലേ? പുസ്തകം ലളിതമായ ജീവിതരീതിയെക്കുറിച്ചും പറയുന്നുണ്ട്. അതെങ്ങനെ കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കും? വളരെ ശരിയാണ്. സ്വന്തം മുറി, പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നത് ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാക്കും. പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടാതിരിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇനി ലളിതമായ ജീവിതരീതിയെക്കുറിച്ച് പുസ്തകം പറയുന്നത് അനാവശ്യമായ ആർഭാടങ്ങൾക്കും ഈ ഭൗതിക സാധനങ്ങൾക്ക് പുറകെയുള്ള ഓട്ടത്തിനും അപ്പുറം ജീവിതത്തിൽ വേറെയും മൂല്യങ്ങളുണ്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ അത് സഹായിക്കും എന്നതാണ്. ശരി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷം കണ്ടെത്താനുമൊക്കെ ഇത് കുട്ടികളെ പഠിപ്പിക്കും. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും എന്ന ആശയം കുട്ടികൾക്ക് നൽകുന്നൊരു ശക്തിയുണ്ടല്ലോ, അത് വലുതാണ്. ഇത് മാതാപിതാക്കൾ ജീവിച്ചു കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഏറ്റവും നന്നായി കുട്ടികളിലേക്കെത്തുക. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്താൽ, സ്നേഹവും അംഗീകാരവും കൊടുക്കുക, എന്നാൽ ഓവറായി ലാളിക്കാതെ സ്നേഹത്തോടെയുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക, നല്ല മാതൃകകളാവുക, തെറ്റുകൾ പറ്റിയാൽ ക്ഷമയോടെ തിരുത്തി ശരിയായ വഴി കാണിക്കുക, ആത്മവിശ്വാസം വളർത്താൻ ഹെൽപ്പ് ചെയ്യുക, ചിട്ടയും ശുചിത്വവും പഠിപ്പിക്കുക, ലളിതമായ ജീവിതത്തിലൂടെ നല്ല മൂല്യങ്ങൾ പകരുക, ഇതൊക്കെ ചേർന്നാണ് ശിശു നിർമ്മാണം എന്ന വലിയൊരു ദൗത്യം പൂർത്തിയാകുന്നത്. അതെ. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികാട്ടികളും ശില്പികളും മാതാപിതാക്കൾ തന്നെയാണ്. അതെ, നിങ്ങൾ പറഞ്ഞതാണ് ഈ പുസ്തകത്തിന്റെ ഒരു കാതൽ. മാതാപിതാക്കളുടെ ഓരോ വാക്കും, ഓരോ നോട്ടം പോലും, ഓരോ പ്രവൃത്തിയും കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ട്. അവരുടെ വാല്യൂസ്, ജീവിതത്തെ കാണുന്ന രീതി, പ്രശ്നങ്ങളെ നേരിടുന്ന രീതി, ഇതൊക്കെ കുട്ടികൾ അറിയാതെ തന്നെ എടുക്കുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് നല്ലൊരു നാളേക്കു വേണ്ടി നല്ല വ്യക്തിത്വമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും ആദ്യം സ്വയം മെച്ചപ്പെടാൻ തയ്യാറാകണം. പണ്ഡിറ്റ് ശ്രീരാം ശർമാചാര്യ പറയുന്നതുപോലെ, സ്വയം ഒരു വിളക്കായി മാറുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ വെളിച്ചം കൊടുക്കാൻ പറ്റുന്നത്. ശരിയാണ്. മാതാപിതാക്കൾ സ്വയം നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകങ്ങളാകുമ്പോൾ കുട്ടികളും ആ വെളിച്ചത്തിൽ വളരും. തീർച്ചയായും. ഈ പുസ്തകത്തിലെ ചിന്തകൾ ഓരോ രക്ഷിതാവിനും വലിയൊരു ഇൻസ്പിറേഷനും ഒരു വഴികാട്ടിയുമാണ്. സ്നേഹവും വിവേകവും ക്ഷമയുമൊക്കെ കൂടെയുണ്ടെങ്കിൽ ഓരോ കുട്ടിയെയും ഏറ്റവും നല്ല വ്യക്തിയായി രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാവുന്നതാണ്. നിങ്ങളുടെ പാരന്റിങ്ങിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യമെന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാക്ക് എന്തായിരുന്നു? അത്തരം നല്ല ഓർമ്മകൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ആ നല്ല ചിന്തകളോടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ നിർത്താം. ശരി. എല്ലാവർക്കും നന്ദി.